ഹായ്, നമ്മളിപ്പോൾ മൂന്നാറിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഏതാണെന്ന് മനസ്സിലായോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു റോഡാണിത്. പിന്നെ ഒരുപാട് പേര് യാത്ര ചെയ്തിട്ടുള്ളതും പിന്നെ ഒരുപാട് പേര് യാത്ര ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള റോഡാണ്. അതായത് മൂന്നാറിലുള്ള ഗ്യാപ്പ് റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ. കുറച്ച് വളഞ്ഞു പൊളഞ്ഞുള്ള വഴിയാണെങ്കിലും രണ്ട് സൈഡും ഫുൾ ഈ ടീ പ്ലാന്റേഷൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതേപോലെ ഓരോ സ്ഥലത്ത് നമുക്ക് വ്യൂ പോയിന്റുകൾ കാണാൻ പറ്റും. ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും എല്ലാം പറ്റുന്ന ഒരു നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ ഒരു തവണയെങ്കിലും ഈ റോഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് ഇന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് മൂന്നാറിലേക്ക് ഒരു 2 day ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ മൂന്നാറിൽ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂര്യനെല്ലി, ദേവികുളം ആ ഭാഗത്തേക്കൊക്കെ പോയി കുറേ അങ്ങ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട് ബോർഡറിൻ്റെ ഭാഗത്തെത്തും. അതാണ് ബോധിമേട് എന്നറിയുന്നത്. പിന്നെ അതേപോലെ മൂന്നാറിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വില്ലേജ് ഏരിയ ആയിട്ടുള്ള കാന്തല്ലൂർ, മറയൂർ ആ ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഉള്ളത് ഒന്ന് വട്ടവട ഭാഗത്തേക്കുള്ള റോഡാണ്. അത് ടോപ്പ് സ്റ്റേഷനൊക്കെ വഴി അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കാന്തല്ലൂർ, മറയൂർ, അതേപോലെ തന്നെ താഴോട്ടേക്കുള്ള ബോധിമേട് റോഡിലാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പോകുന്നത് ബോധിമേടിക്കാണ് കേട്ടോ. ബോധിമേടിക്ക് പോകുമ്പോൾ നമുക്ക് കൊളുക്കുമലയൊക്കെ കാണാൻ പറ്റും. കാരണം ആ റൂട്ടിൽ തന്നെയാണ് നമുക്ക് കൊളുക്കുമല ട്രക്കിംഗ് പോയിൻ്റൊക്കെ ഉള്ളത്. അപ്പോൾ ആ പോണ വഴിക്ക് അതൊക്കെ കാണാം. അങ്ങനെ ഒരു അടിപൊളി യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ നല്ല 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 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ സ്റ്റേയും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു 9-9:30 എത്തി. അപ്പോൾ ടൗണിൽ നിന്ന് പിന്നെ ഗ്യാപ്പ് റോഡിലേക്ക് തിരിക്കുന്ന വഴിയിലാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടത്. അവിടെ നോക്കിയപ്പോൾ ഈ ഫസ്റ്റ് തുടങ്ങി 10th വരെ ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ജസ്റ്റ് കണ്ടേക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കയറിയതാണ്. ഇപ്പോൾ അത് അറേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. പക്ഷെ എന്നാലും ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പൂക്കളൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അവർ ഈ പൂക്കളെ കൊണ്ടോ അങ്ങനെ ഓരോ ഡിസൈനുകളും നടക്കാനുള്ള പാതയും അതേപോലെ ലൈറ്റ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മേ ബി ഒരു 1-2 ദിവസം കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാക്കി ഉണ്ടാവും. നമുക്ക് എന്തായാലും ഒന്ന് ചുറ്റി നടന്നൊന്ന് കണ്ടു നോക്കാം. ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. അപ്പോൾ അവിടെ നിർത്തി നോക്കിയത് കേട്ടോ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി ഫുള്ളായിട്ട് നമുക്ക് പച്ചപ്പും മലയും ഒക്കെ കാണാൻ പറ്റും. താഴെ മൊത്തം തേയിലത്തോട്ടങ്ങളാണുള്ളത്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. ഇവിടെ കുറച്ച് പേര് ഇതേപോലെ നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോസും ഇതൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ കൂടി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണാം. അങ്ങനെ അവിടുന്ന് കുറേ യാത്ര കഴിഞ്ഞിട്ട് നമ്മളിത് ബോധിമേട് എത്തി. ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ ഉള്ളത്. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഷോല ക്രൗൺ റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പുറം തമിഴ്നാടാണ്. ആ ഒരു ബോർഡറിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ടുള്ളത്. ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ്. നല്ല വ്യൂസൊക്കെയാണ് അതിൻ്റെ മുകളിൽ നിന്ന്. ചുറ്റും കുറേ മലനിരകളും അങ്ങനെയൊക്കെ കാണാൻ. ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് തന്നെ നല്ലൊരു ടാസ്ക്കാണ്. നല്ല കുത്തനെയുള്ള കയറ്റാണ്. വണ്ടിയുടെ പകുതി ടയർ തേഞ്ഞ് തീരാറായി മുകളിലെത്തിയപ്പോഴേക്കും. അപ്പോൾ ഇനി നമുക്കിവിടെ റിസപ്ഷനിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് റൂം കിട്ടി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റൂം.
നമ്മൾ എടുത്തിട്ടുള്ളത് ക്രൗൺ റൂമാണ്, അതായത് ഈ റിസോർട്ടിലെ ഏറ്റവും ടോപ്പിലുള്ള റൂം. ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു ടെറസ് ആക്സസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അതേപോലെ ഒരു ക്രൗൺ ഏരിയയും കാണാൻ പറ്റും. അപ്പോൾ അതാണ് കയറി വരുമ്പോൾ തന്നെ ഒരു സ്റ്റെയർ കേസ് കാണാം. നമുക്ക് ഒരു അപ്സ്റ്റെയർ പോലത്തെ ഒരു ഇതുണ്ട്, സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ക്രൗൺ ഏരിയ. ഈ ക്രൗൺ ഏരിയയിൽ കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മലകളും അതേപോലെ തന്നെ താഴെയുള്ള പൂൾ ഏരിയ അതൊക്കെയാണ് വ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാട്ടോ ഇവിടെ ഇരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമാണ്. അപ്പോൾ ഇതിൻ്റെ റൂം എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇതൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇവിടെ 2 ടൈപ്പ് റൂമുകളാണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് റൂം, അത് ബാൽക്കണി ഉള്ള റൂമും, പിന്നെ ഒന്ന് ഇങ്ങനത്തെ റൂമാണുള്ളത്. നമ്മളങ്ങനെ സ്റ്റെപ്സ് കയറി മുകളിലെത്തി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് അപ്സ്റ്റെയറിലുള്ള ഏരിയ. ഇവിടെ ഇങ്ങനെ കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാനോ ഡ്രിങ്ക്സിനോ അതിനൊക്കെ. പിന്നെ അതല്ലാതെ ഒരാൾക്ക് ഇവിടെ കിടക്കാൻ വേണ്ടി വേറൊരു അഡീഷണൽ ബെഡുണ്ട്. അപ്പോൾ വലിയ ഫാമിലിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെയും ഇവിടെ ആയിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ടെറസ് ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇവിടുന്ന് തന്നെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെയല്ല, ബാക്കിൽ കുറച്ച് കാട് പോലത്തെ ഒരു ഏരിയയാണ്. ഇപ്പോൾ നോക്കി നോക്കട്ടെ ഇതിലെന്തൊക്കെയുള്ളതെന്ന്. ഇവിടെ പിന്നിൽ മൊത്തം ഏലത്തോട്ടാണ്. അതേപോലെ ഇവരെന്തൊക്കെയോ കളിക്കാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോന്നുണ്ട്, നെറ്റ് പോലെ കെട്ടിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ അറേഞ്ച്മെൻ്റാണ്. ഒരു കാട് ഫീലിങ്ങാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതുണ്ടോ കുറേ കയറിലൊക്കെ കെട്ടിയിട്ട്. ഇതൊക്കെ നമുക്ക് പ്ലാന്റേഷൻ വിസിറ്റ് പോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റിസോർട്ട് ബോർഡറിലായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട് കാണാം. അതാ കാണുന്നതാട്ടോ തമിഴ്നാട്. ഈ കാണുന്ന ഇൻഫിനിറ്റി പൂളാണ് ഈ റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയിലാണ്. അവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് ഈ ഫ്രണ്ടിലത്തെ പൂളും പിന്നെ ആ ഓപ്പോസിറ്റ് കാണുന്ന മലയും. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, ബാക്കിൽ ഇവർക്കൊരു ഏലത്തോട്ടുള്ളത്, അവിടേക്കുള്ള വഴിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ ടയർ കൂടി നടക്കുക, അതേപോലെ എന്തോ വല പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിറയെ ഏലം ഇങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കാൻ നല്ല രസമാണ്. കുറേ തോട്ടമുണ്ട് കേട്ടോ, അങ്ങോട്ട് പിന്നിക്കൊക്കെ കുറേ വഴികളുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനി പോകുന്നത് നമ്മൾ എരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 45 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ നമ്മളിതപ്പോൾ എരവികുളം നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് അത്യാവശ്യം തിരക്കുണ്ട്. ഈ റൂട്ടിൽ കൂടി തന്നെയാണ് നമ്മൾ കാന്തല്ലൂർ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തേക്ക് പോകുന്നത്. അപ്പോൾ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലും പാർക്കിംഗ് ഉണ്ട്. ഇവർ നമ്മളെ ഉള്ളിലേക്ക് കിടത്തിയില്ല കേട്ടോ. ഇനി നമ്മൾ പുറത്ത് കൊണ്ടിട്ടിട്ട് വേണം നടന്നു വരാൻ. അപ്പോൾ നമ്മൾ സമ്മർ ടൈം ആയതുകൊണ്ട് ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്തതാണ് ഈ വീക്കെൻഡിൽ. മെയ് 1, 2 ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ മുന്നേ ഒരു തവണ മൂന്നാർ വന്നിട്ടുണ്ട്, പക്ഷേ ആ ടൈമിൽ ഈ ഡയറക്ഷനിൽ നമ്മൾ വന്നിരുന്നില്ല. അന്ന് നമ്മൾ നേരെ എക്കോ പോയിന്റ്, പിന്നെ ടോപ്പ് സ്റ്റേഷൻ, വട്ടവട ആ റൂട്ടാണ് ഇട്ടത്. അപ്പോൾ ഇത്തവണ ഒരു ചേഞ്ചിന് ഇരവികുളം സൈഡിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് താറിനൊക്കെ കാണാൻ പറ്റി, പക്ഷേ നല്ല ഇതാണ്, മിസ്റ്റും ഫോഗൊക്കെയാണ്. അത് കാരണം വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ ഇവിടേക്ക് വരാൻ ഒരു എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ ആ എൻട്രി ടിക്കറ്റ് എടുത്തത് ഞങ്ങൾ ഓൺലൈൻ വഴിയാണ്.
അപ്പോൾ ഇവരുടെ സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഒരാൾക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് എൻട്രി പറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ക്യൂവിലൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എത്ര രാവിലെ വരുന്നു വെച്ചാൽ അത്രയും നമുക്ക് തിരക്ക് ഒഴിവാക്കാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ഒരു 1 മണിക്കൂറിലേറെ ക്യൂവിൽ നിന്നതിൻ്റെ ശേഷമാണ് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റിയത്. ക്യൂവിൽ നിന്നിട്ട് പിന്നെ നമ്മളങ്ങനെ ഷട്ടിൽ സർവീസ് ബസ്സിൽ ആണ് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കുന്നത്. അവിടുന്ന് പിന്നെ കുറച്ച് ഒരു അരമണിക്കൂറോളം ട്രക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിലെത്താൻ പറ്റും. മുകളിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ ആടുകളെയൊക്കെ കാണാൻ പറ്റുന്നത്. അതേപോലെ അവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയാണ്. പിന്നെ താഴെയുള്ള ഒരു വെതറല്ല മുകളിലേക്ക് എത്തുമ്പോൾ, നല്ല കോടയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ആടിനെ നോക്കി വന്ന് അവസാനം എന്തേ ആട് ഇടിക്കാൻ വരുന്നു. നമ്മളിപ്പോൾ ഇതാ സമുദ്രനിരപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് 2000 മീറ്റർ ഉയരത്തിലാണ് നിൽക്കണത്. സമയം നോക്കൂ, നട്ടുച്ച സമയം 1:30. പക്ഷേ ഇവിടെ ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സന്ധ്യാസമയം പോലെ ഉണ്ട് ആകെ. പിന്നെ പോരാത്തതിന് ഫുള്ള് ഫോഗും. ശരിക്കും പറഞ്ഞാൽ ഉച്ച സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റണില്ല, അത്രയും ഫോഗ് തിക്കായിട്ട് നിൽക്കുക. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഒരു 18-19 ഡിഗ്രിയൊക്കെ ചൂടുള്ളൂ തോന്നുന്നുണ്ട്. ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞി കേട്ടോ. അപ്പൊ അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ആടുകള്. യോ, കുറച്ച് സൂക്ഷിച്ച് നിക്കണം, കാരണം ഈ ആടുകൾ നമ്മളെ കുത്തും. ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ ഉണ്ട്. ഇത് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. നമ്മളെ പിന്നെ താഴേക്ക് പോകാനുള്ള വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവിടെയും ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന പോലെ ക്യൂ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും പിന്നെ 1-2 കഫേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അതും ആവാം. പിന്നെ ഈ നാഷണൽ പാർക്കിൻ്റെ ഒരു ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കിത് ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും, നിറയെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ഇപ്പം അതൊക്കെ വറ്റി വരണ്ട് കിടക്കുക, പക്ഷെ അതിൻ്റെ പാടൊക്കെ കാണാം. ഈ നാഷണൽ പാർക്കിൻ്റെ മുകളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, രാജമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എന്ന പേര്. ഇവിടുത്തെ ഈ ചേട്ടന്മാർ വണ്ടിയൊക്കെ ഓടിക്കേണ്ടത് നല്ല അടിപൊളിയാണ്. നല്ല ഡെയിലിയൊക്കെ ഓടിച്ച് ഫുൾ സ്കില്ലാണ്. ഈ വലിയ കർവൊക്കെ വരുമ്പോൾ 2 വണ്ടി അറ്റ് എ ടൈം വന്നാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ സൈഡൊക്കെ കൊടുത്ത് ഒറ്റ ടേക്കൻ അങ്ങനെ എടുത്ത് അങ്ങനെ പോകും. നമുക്ക് ഈ വണ്ടിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു ടിപ്പുണ്ട്. ഫ്രണ്ട് സീറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല വ്യൂസും പിന്നെ വ്ളോഗിങ് ഒക്കെ ചെയ്യണമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഫ്രണ്ട് സീറ്റ് കിട്ടാനുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി കയറുന്ന സമയത്ത് ഡ്രൈവറും ഡ്രൈവറിൻ്റെ ഒപ്പം ഒരു സഹായമായിട്ട് അപ്പുറത്ത് ഒരു ചേട്ടൻ കയറുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത വണ്ടി നോക്കി കയറാൻ നോക്കുക മാക്സിമം. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ ഇപ്പുറത്തെ സൈഡിലത്തെ സീറ്റ് നമുക്ക് തരും. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ എത്താനായി. അവിടുന്ന് ഇപ്പോഴും ബസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇത് 6 മണിക്കൊക്കെ 4 മണിക്കാണ് ക്ലോസ് ചെയ്യുക. 6 മണി വരെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തേത്. പിന്നെ മുകളിലൊക്കെ നിറയെ ഫോറസ്റ്റ് ഗൈഡ് ഉണ്ടാവും. അപ്പോൾ അവർ നമുക്ക് ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങളൊക്കെ തരുന്നു. അതുപോലെ തന്നെ നമ്മൾ നിൽക്കണം. കാരണം ഈ ആടിനെ പിടിക്കാനോ തൊടാനോ ഒന്നും പാടില്ല. അവർ ഭയങ്കര അഗ്രസീവ് ആയതുകൊണ്ട് കുത്തിട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ തന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇതാ ഇപ്പോൾ ഇറങ്ങി.
നമുക്ക് ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോകാണ്ട്. കുറേ അത്യാവശ്യം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് കാന്തല്ലൂർ, മറയൂർ അങ്ങനത്തെ ഗ്രാമപ്രദേശത്തൊക്കെ എത്താൻ. പിന്നെ എരവികുളം നാഷണൽ പാർക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ നല്ല ക്ലൈമറ്റ് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ചൂടായി. അവിടെ ഭയങ്കര കോടയൊക്കെ നിറഞ്ഞിട്ട് നല്ല രസമായിരുന്നു ക്ലൈമറ്റൊക്കെ. പിന്നെ ആ ഒരു ഇത് ആടിനെ നമുക്ക് അവിടെ മാത്രമല്ലേ കാണാൻ പറ്റും. അപ്പോൾ ഒരു വൺ ടൈം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റും പിന്നെ അതേപോലെ വിർച്വൽ റിയാലിറ്റി പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതായത് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് അങ്ങനത്തെയൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങളിതാ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ കുറച്ചും കൂടി യാത്രയായി. ഇനി നമുക്ക് കുറേ കഴിഞ്ഞിട്ട് ഇന്നൊരു വൈകിട്ടാവും ഒരു ഇവിടെ എത്തുള്ളൂ, മറയൂരും കാന്തല്ലൂരും ഒക്കെ. ഏകദേശം നമ്മളൊരു വിചാരിച്ചതിനെക്കാട്ടും ഒരു 2-3 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത് എരവികുളം നാഷണൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ക്യൂ നിന്നിട്ടാട്ടോ സമയം പോയത്. അപ്പോൾ വരുന്നവർ മാക്സിമം നേരത്തെ വരാൻ നോക്കുക, എന്നാലേ നമുക്കിങ്ങനെ മറ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ പോട്ടെ ഞങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി നല്ല രസമുള്ള ഏരിയ ആണ്, നല്ല വില്ലേജ് ഏരിയ ആണ്. ഇതുവരെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയകളാണ്. അതേപോലെ നല്ല നല്ല റിസോർട്ടുകളിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.